യൂട്യൂബിലാണെങ്കിൽ ഒരു ചാനലും തുടങ്ങി ഒരു സബ്സ്ക്രൈബറും ഇല്ല. ഇതിൻ്റെ അകത്തുനിന്ന് അരിയും മേടിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ അരിയണ്ണൻ്റെ ചാനലാണ്. അപ്പോൾ ചൂടാവുന്ന എന്താ വിഷയം ഇപ്പോൾ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. എന്നും കരുതി അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവിടെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അരിയണ്ണൻ അതോ ഇതൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതേണ്ടി വരുന്നു മൃണാളിൻ്റെ സജഷൻ. അത് ഞാൻ എന്തിനാണോ ക്ലിക്ക് ചെയ്തതെന്ന് ഇപ്പോൾ ഞാൻ ആലോചിക്കും. അത് കണ്ടപ്പോൾ അങ്ങേര് പറയുവാണേ, മട്ടൻ ബിരിയാണിയിൽ മുട്ടയുണ്ട്, ചിക്കൻ ബിരിയാണിയിൽ മുട്ടയില്ലെന്ന്. ഈ മുട്ട എവിടെയും ഒരു പ്രശ്നമാണോ? അത് കറിയിൽ ഒരു മുട്ട കൊണ്ട് കൊടുക്കാവോ? അയാളുടെ മുട്ട പ്രശ്നവും തീർത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഓർത്തു, ഓക്കെ എന്നാൽ കാർത്തിക് സൂര്യനെ കണ്ടേക്കാം. അവിടെ ഇനി എന്താ നടക്കുന്നത്? കാർത്തിക് സൂര്യ ആണെങ്കിൽ ഈ ലോകത്തിലുള്ള മൊത്തം മുരുകന്റെ ക്ഷേത്രം അന്വേഷിച്ച് നടക്കുക. എന്താ ഇപ്പോൾ ചെയ്യുന്നത്? എനിക്ക് പോകാനും പറ്റില്ല അവിടെ ഒന്നും. അപ്പോൾ പിന്നെ ഇനി ആരെ കാണും എന്നോർത്തിരുന്നപ്പോൾ ഒരു വഴിയും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഫുഡ് ലവർ അല്ലാത്ത ഫുഡ് ബ്ലോഗർ FRK ദേട്ട് പോയി ബോച്ചയുടെ കള്ളുഷാപ്പിൽ. അവിടെ പോയിട്ട് മൊത്തം സാധനങ്ങളും മേടിച്ച് കഴിച്ച് FRK പറയുകയാണ് ബോച്ചയുടെ സർവീസ് ഇല്ലെന്ന്. ഇവരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കും. 2 മണിക്കൂറായാലും കുഴപ്പമില്ല, 1 മണിക്കൂറായാലും കുഴപ്പമില്ല. ബോച്ചയുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ഫിഷിങ്ങിന് പോകുന്നു, ഫ്രീ ആയിട്ട് ബോട്ടിങ്ങിന് പോകുന്നു. ഇതൊന്നും പറ്റത്തില്ല. അവിടുത്തെ സർവീസ് മോശമാണ്. നമ്മളെന്താ ഇങ്ങനെയായി പോകുന്നത്? അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എനിക്കരി മേടിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അവിടെയും രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആടുജീവിതത്തിൻ്റെ ടിക്കറ്റ് കിട്ടി. അവിടെ പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അടുത്ത വീഡിയോ. ഷാജൻസ് കറിയ പൃഥ്വിരാജ് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. കാര്യം അയാൾക്ക് ചിരി വന്നു പല സ്ഥലത്തും. അപ്പോൾ പിന്നെ ആടിനെ പീഡിപ്പിച്ചു. ഇതിനിപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് പോയി ഞാൻ എവിടെ പോയാലും ഇങ്ങനെയാണല്ലോ. എന്താ ഇപ്പോൾ ചെയ്യുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ. അർജുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അല്ലേ അർജുനൊക്കെ എന്തോരം ഗിഫ്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് അൺപാക്ക് ചെയ്ത് നല്ലായിരുന്നു കേട്ടത്. ഇനിയിപ്പം ഒരു നിവൃത്തിയില്ല. ഞാൻ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് കോക്കണ്ണനെ ശരണം. കോക്കണ്ണൻ്റെ വീഡിയോ കാണുക, സിനിമ ഒന്നും കാണാതെ സിനിമയെ വിമർശിക്കുക, റിവ്യൂ ചെയ്യുക. കുറേ ആൾക്കാരുടെ ടെൻഷനും അതൊക്കെ കുറയട്ടെ എന്ന് കരുതി കുറേ കാശ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് അവരുടെ എഫേർട്ട് ഇട്ട് അവർ സിനിമ ചെയ്യും. നമ്മളാണല്ലോ വീട്ടിലിരുന്ന് തിയേറ്ററിൽ പോലും പോയി കാണാതെ വീട്ടിലിരുന്ന് ആ സിനിമ കൊല്ലുക. അതാണ് ഇവിടെ നടക്കുന്നത്. അത് തന്നെ ഞാനും ചെയ്യാൻ പോവാം.